നിനക്ക് എന്താടി അറിയാവുന്നത്? ഇവരെ രണ്ടുപേരെയും പ്രസവിച്ചത് ഞാനാ. എന്റെ മക്കൾ തമ്മിൽ പരസ്പരം ചതിക്കത്തില്ല. ഇവനെയും കൊണ്ട് തിരിച്ചു വരുമെന്ന് അച്ഛൻ പറഞ്ഞിട്ട് പോയത് നിന്നോട് കൂടിയല്ലേ? വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ട് ഇവരെ കുറ്റപ്പെടുത്താൻ നിൽക്കരുത്. മറ്റാരെയും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എന്റെ കയ്യിൽ നിന്ന് പറ്റിയ അബദ്ധത്തിന് സച്ചി വരെ ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് തല്ലു വാങ്ങി. എന്നെയും ധനുഷിനെയും രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ സച്ചിയെയും ആ ഗുണ്ടകൾ പിടിച്ചു കെട്ടി കൊല്ലാൻ നോക്കി. നീ ഇവിടെ ഇരുന്ന് കരഞ്ഞതല്ലേ ഉള്ളൂ. പക്ഷെ അച്ചു ചെയ്തത് അങ്ങനെയല്ല. എനിക്ക് വേണ്ടി ഓടി നടന്നതും വക്കീലിനെ വെച്ച് ജാമ്യത്തിൽ ഇറക്കിയതും പിന്നെ എന്നെ ഇങ്ങനെ ജീവനോടെ നിന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയതും അച്ചുവും സച്ചിയും നടത്തിയ പരിശ്രമം കൊണ്ട് മാത്രമാ. മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ നീ ഒന്ന് മനസ്സിലാക്ക്. ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ഇനി ഇവരെ കുറ്റപ്പെടുത്തി സംസാരിച്ചാലേ ഞാൻ കൈയും കെട്ടി നോക്കിയൊന്നും വരില്ല. കൂടപ്പിറപ്പിനെ രക്ഷിക്കാൻ അച്ഛൻ ഇത്രയെങ്കിലും ചെയ്തു. സ്വന്തം ഭർത്താവിനെ രക്ഷിക്കാൻ നീ എന്താണ് ചെയ്തത്? എന്തെങ്കിലും ചെയ്തോ? ഇവിടെ ഇരുന്ന് കരയാനും നിലവിളിക്കാനും എല്ലാവർക്കും പറ്റും. ആ സമയത്ത് എന്റെ മോനെ രക്ഷിക്കാൻ വേണ്ടി ഓടി നടന്നതാ ഇവര് രണ്ടുപേരുവാ. അത് മറന്ന് മറ്റാരുടെയെങ്കിലും വാക്ക് കേട്ട് അനാവശ്യം പറഞ്ഞാലോട്ടല്ലോ ഇതിന്റെ സ്വഭാവം മാറും. പറഞ്ഞേക്കാം. ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഒന്നായി. ഞാനാണല്ലോ വന്ന് കേറിയവള്. അല്ലെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ വരുമെന്ന് എനിക്കറിയാം. വേണ്ടമ്മേ, അവളെ തിരുത്താൻ നിങ്ങളാരും മെനക്കെടണ്ട. അവളോട് ഞാൻ സംസാരിച്ചോളാം. വേണ്ട ഏട്ടാ, ഇതിന്റെ പേരിൽ ഏട്ടനിനി മീരടുത്തോട് ഒരു വഴക്കിനും പോകണ്ട. ഏട്ടനെ കാണാതെ പാവം ഇവിടെ ഇരുന്ന് അനുഭവിച്ച ടെൻഷൻ എത്രയാന്ന് എനിക്കറിയാം. അവന്തിയടുത്തിയുടെ വാക്ക് കേട്ടിട്ടാ മീരടുത്തി അർച്ചനെ തെറ്റിദ്ധരിച്ചത്. അല്ലെങ്കിൽ മീരടുത്ത് ഇങ്ങനൊന്നും പറയില്ല. സത്യം എന്താണെന്ന് എല്ലാരെക്കാളും കൂടുതൽ അറിയാവുന്നത് അനുപേട്ടന് തന്നെയല്ലേ. അതുകൊണ്ട് വേറെ ആരും ഒന്നും പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നിൽക്കേണ്ട കാര്യമില്ല. ഇവിടെ മീരടുത്തി മാത്രം സമാധാനിപ്പിച്ചാൽ മതി. പക്ഷേ നെല്ലിശ്ശേരിയിൽ ഞങ്ങൾക്കിനി ആർക്കൊക്കെ മറുപടി പറയേണ്ടി വരുമെന്നറിയോ? എനിക്ക് ആരോടും ഒന്നും ബോധിപ്പിക്കാനില്ല. അതിപ്പോ നെല്ലിശ്ശേരിയിലായാലും ഇവിടെ ആയാലും. സത്യം അനുപേണ്ണറിയാം. എനിക്കത് മതി. അനുപേട്ട, ഇന്നിനി എനിക്ക് വേണ്ടി ഒരു വാക്ക് പോലും മീരടുത്തിയോട് പറയരുത്. എല്ലാം ഒന്ന് ശാന്തമായി സമാധാനമായിട്ട് വരുമ്പോൾ മാത്രം എഴുത്തിയോട് സംഭവിച്ച കാര്യങ്ങൾ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. അതുവരെ ഒന്നും പറയാൻ പോകണ്ട. സത്യം മനസ്സിലാക്കുമ്പോൾ തന്നെ താനെ ഇതെല്ലാം മാറിക്കോളും. ഇപ്പം ഏട്ടൻ ചെന്ന് വിശ്രമിക്ക. മോളെ, അച്ഛനെ വിളിച്ചോണ്ട് പോ. വാ.